ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ ഹാഫ് മോണിറ്റൈസേഷൻ ആക്കാം, എങ്ങനെ ചെയ്യാം, എങ്ങനെ ആക്റ്റീവ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട, അത് നമ്മുടെ ഇസു ബേബിയുടെ കലാവിരുതാണ്. ഈ കബോർഡ് ഫുള്ള് അവൾ സ്റ്റിക്കർ കൊണ്ട് ഫുൾ ഒട്ടിച്ച് വയ്ക്കണം, കുറേ ബുക്കിലൊട്ടിക്കും. അങ്ങനെ പിന്നെ ഞാൻ ഇളക്കിയ പോവും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ പിന്നെ ഇവിടെ തന്നെ ഒട്ടിച്ചോന്ന് പറഞ്ഞ് ഞാൻ അടിക്കൂടി ഒട്ടിച്ച് വെച്ചേക്കണ സംഭവമാണ്. അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഹാഫ് മോണിറ്റൈസേഷൻ ആക്കാം. ഇപ്പം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ചാനലുള്ള എല്ലാവർക്കും അറിയാം യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് വന്ന് ഹാഫ് മോണിറ്റൈസേഷൻ ആൻഡ് ഫുൾ മോണിറ്റൈസേഷൻ. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കോമഡി റിലേറ്റഡ് വീഡിയോസ് വരും, ബ്യൂട്ടി റിലേറ്റഡ്, ഫാമിലി വീഡിയോസ്, ചലഞ്ചസ്, ട്രാവൽ വ്ളോഗ്സ്, അങ്ങനെ എല്ലാ വീഡിയോസും ഈ ചാനലിൽ വരും. ഒന്ന് മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എങ്ങനെയെങ്കിലും നമ്മൾ ഈ ചാനലിൽ ഇങ്ങനത്തെ കണ്ടന്റ് കൊണ്ടുവരണം, ഇങ്ങനത്തേത് വേണ്ട, ബോറാണ്, അങ്ങനത്തെ എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. നിങ്ങളുടെ എല്ലാ സജഷൻസും ഞങ്ങൾ പരിഗണിച്ച് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, പറ്റുന്ന പരിമിതിയിൽ ഞങ്ങൾ ആ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കും. വേറെ എന്താ പറയാം, ഇങ്ങനെയായിരിക്കും. ഇപ്പം നമ്മുടെ വീഡിയോസിൽ കൂടുതലും ഇപ്പം നെഗറ്റീവായിരുന്നാലും പോസിറ്റീവായിരുന്നാലും എല്ലാ കമൻസും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തും പറയാനുള്ള അധികാരം ഉണ്ട്. സോ അപ്പം നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഹാഫ് മോണിറ്റൈസേഷൻ യൂട്യൂബ് ചാനലിൽ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം 2 ഓപ്ഷൻസ് ഉണ്ട്, ഫുൾ മോണിറ്റൈസേഷൻ ആൻഡ് ഹാഫ് മോണിറ്റൈസേഷൻ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് വന്ന് എന്താണ് ഹാഫ് മോണിറ്റൈസേഷൻ. അപ്പോൾ 2 ക്രൈറ്റീരിയയാണ് ഹാഫ് മോണിറ്റൈസേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. ഓഫായിപ്പോയി. 500 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും, എങ്ങനെയാണ് 500 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ആവുക. ഇപ്പം നമ്മുടെ ചാനലിൽ ഇപ്പം 6K എബോ ആയിട്ടുണ്ട്. സോ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇത്രയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ മാക്സിമം ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് ഇടുന്ന വീഡിയോ എങ്ങനെയാണ് നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആക്കുക, അത് കഴിഞ്ഞ് എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാം, അതൊക്കെ ആയിരിക്കും നെക്സ്റ്റ് വരുന്ന വീഡിയോസ്. അപ്പോൾ അത് നിങ്ങൾ കാണാനായിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണണം. അതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ സെക്കൻഡ് ക്രൈറ്റീരിയ, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ, അതായത് നമ്മുടെ ഷോർട്സ്. സെക്കൻഡ് ക്രൈറ്റീരിയക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഷോർട്സിൽ തന്നെ നമുക്കിപ്പം 3 മന്ത് നമ്മുടെ ഷോർട്സ് 30 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്സിൽ 1 ഇയർ കൊണ്ട് നമ്മൾ 3000 വാച്ച് അവർ കടന്നിരിക്കണം. ഈ 2 ക്രൈറ്റീരിയയും നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ പറ്റത്തുള്ളൂ, അതായത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഈ 2 ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ആയിരിച്ചിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ 2 ക്രൈറ്റീരിയയും കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ആദ്യം കംപ്ലീറ്റ് ആകുന്നത് അത് വെച്ച് നമുക്ക് ഓപ്ഷൻ സ്റ്റാർട്ടാവും. ഇപ്പോൾ സ്റ്റാർട്ടാവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു ഇതുണ്ട്. അതായത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വാച്ച് അവേഴ്സ് എത്ര വാച്ച് അവേഴ്സ് ആയി എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്ഥാനത്ത് നിന്ന് അത് പോയിട്ട് അവിടെ വന്ന് ഷോപ്പേഴ്സ്, സൂപ്പേഴ്സ്, അങ്ങനെ കുറേ നമുക്ക് ലിസ്റ്റ് വരും.
അപ്പോൾ തൊട്ട് നമുക്ക് മനസ്സിലാവും ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, ആണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡോളേഴ്സ് കിട്ടുന്നുണ്ട്, ഡെയിലി എത്ര ഡോളേഴ്സ് വരും, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. അപ് ടു നമ്മുടെ വ്യൂവേഴ്സും എല്ലാം പോലെ ഇരിക്കും ഓരോ ദിവസത്തെ ഡോളേഴ്സിൻ്റെ എണ്ണം. ചില ദിവസം നമുക്ക് കുറഞ്ഞിരിക്കും, ചില ദിവസം കൂടിയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മന്ത്ലി പേയ്മെൻറ്റ് എല്ലാം നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവുന്ന. ഈ ക്രൈറ്റീരിയസ് പാലിച്ചാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആക്ടിവേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലിടുക. വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിലും ഇടാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ കമൻറ്റ്. പിന്നെ വേറെ എന്താ പറയാം, അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറയണമെന്ന് വെച്ച കാര്യമാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ഈ വീഡിയോസിൽ എൻ്റെ ബേബിയുടെ വീഡിയോസ് വരും. ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യും. ചിലപ്പോൾ കുറച്ച് കപ്പിൾ ചലഞ്ച്, ഞാൻ നിക്കിയുമായിട്ട് കപ്പിൾ ചലഞ്ച് ചെയ്യും. അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. കുറേ നമ്മൾ ഫണ്ണി വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.